ഉച്ച സമയത്ത് ഭവനങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ചർച്ച് ഓഫ് ഗോഡ് മേപ്രാൽ ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ജാഥയും സുവിശേഷ പ്രഘോഷണവുമാണ് ഇപ്പോൾ മേപ്രാൽ ചെമ്പ്ര ഭാഗത്ത് എത്തി നിൽക്കുന്നത്. ചർച്ച് ഓഫ് ഗോഡ് മേപ്രാൽ ദൈവസഭ കഴിഞ്ഞ 75 വർഷമായി മേപ്രാലിന്റെ ദേശത്ത് സത്യസുവിശേഷം അറിയിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയാണ്. 1948 ആരംഭിച്ച ദൈവസഭ കഴിഞ്ഞ 75 വർഷം ഈ ദേശത്ത് സത്യസുവിശേഷം വിളിച്ചു പറയുകയും അനേകം പേരുടെ ജീവിതത്തിൽ വെളിച്ചവും ആശ്വാസവുമായി ഈ ദേശത്ത് നിലകൊള്ളുന്നു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പൂർവ്വപിതാക്കന്മാർ ആരംഭിച്ച ഈ ശുശ്രൂഷയിൽ ഇപ്പോഴത്തെ തലമുറയും പങ്കാളികളായി ഈ ദേശത്തിൽ സാക്ഷികളായി നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ ദേശത്തോട് വചനമറിയിക്കുവാൻ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട രാജീവ് പാസ്റ്ററാണ്. രാജീവ് പാസ്റ്ററോടൊപ്പം ഒരു പറ്റം സുവിശേഷ തൽപരരായ സഹോദരി സഹോദരന്മാർ ഈ പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളാകുന്നു. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ സമയം ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇവിടെയുള്ള മീറ്റിംഗ് ആരംഭിക്കുവാൻ ബ്രദർ സോണിയെ മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമുള്ള വ്യക്തിയല്ല ബ്രദർ സോണി. ചെമ്പറയിലെ പ്രിയ സഹോദരൻ സ്വദേശത്ത് വളരെ സന്തോഷത്തോടെ ക്രിസ്തുവിന്റെ സാക്ഷിയായി നിലകൊള്ളുകയാണ്. പ്രിയ ബ്രദർ സോണിക്ക് മൈക്ക് കൈമാറി. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, ഈ ഭാഗത്ത് ദൈവത്തിന്റെ വചനത്തെ ഉയർത്തുവാനും കർത്താവെ ആഗ്രഹിക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ വചനത്തെ എത്തിക്കുവാനും കർത്താവെ നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, കർത്താവെ കൂടി വന്നിരിക്കുന്നവരെ എല്ലാവരെയും ഏൽപ്പിക്കുന്ന അങ്ങയുടെ സ്വരം കേൾക്കുവാൻ കർത്താവെ ആഗ്രഹിച്ചിരിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ദൈവവചനം സംസാരിപ്പാൻ ദാസനെ ഏൽപ്പിക്കുന്നു. സ്വർഗം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവകരങ്ങളിൽ താഴ്ത്തിക്കൊണ്ട് താഴ്മയോടെ അപേക്ഷിക്കുന്ന പിശാചേതൊന്ന് കേൾക്കണമേ. തുടർന്ന് അനുഗ്രഹകരമായ ഒരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ഒളച്ച റെവലേഷൻ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് വേണ്ടി ഇപ്പോൾ ഗാനങ്ങൾ ആലപിക്കുന്നു. ഇല്ലിമുളം കാറ്റേറ്റു പാടി ഇല്ലായ്മ തീർക്കുവാൻ നാഥൻ വരുന്നേ. ഇല്ലിമുളം കാറ്റേറ്റു പാടി ഇല്ലായ്മ തീർക്കുവാൻ നാഥൻ വരുന്നേ. ചൊല്ലിയാൽ പോൽ കുംഭങ്ങളെല്ലാം നീങ്ങുമേ. ചൊല്ലിയാൽ പോൽ കുംഭങ്ങളെല്ലാം നീങ്ങുമേ.
കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി പേര് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന സഹോദരങ്ങള് ഈ സൈഡിലോട്ട് നിന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്യണം. കൊട്ടുന്നവരെ അവർക്കൂടെ ഒന്ന് കാണണം, പാടുന്നവരെ അവർക്കൊന്ന് കാണണം. അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗത്തോട് ചേർന്ന് ആ പാട്ടിനോടൊപ്പം ചൂടുപ്പാനും കൈയടിക്കാനും ഒക്കെ ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ്. എല്ലാ നാട്ടുകാരെയും മേപ്രാൾ സഭയുടെ വന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഉച്ചയൂണിന്റെ സമയമാണ്. ഈ പാട്ടും സന്ദേശവും കേട്ടിട്ട് മനോഹരമായ ഊണും കഴിഞ്ഞ് ഒരു ഉറക്കം ഇറങ്ങിയാൽ നല്ല സ്വപ്നം കാണാൻ പറ്റും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ സമയം നിങ്ങൾ മിസ്സാക്കേണ്ട. ഓടി നിങ്ങൾക്ക് വരാം, ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാം, ഈ യോഗത്തിന്റെ ഭാഗമാകാം. അതിനായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ മറ്റൊരു ഗാനം കൂടെ ഞങ്ങളുടെ ടീം ആരംഭിക്കുന്നു. ആയതിലേക്കായി നിങ്ങൾ ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജീവനേ നമോ നമോ, ജീവനേ ജീവനേ നമോ നമോ, പാപികൾക്കരിതാനന്ദപ്രദനാം കൃപാകരാ, നീ വാവാനോ വാഴ്ത്തും നായക, ഞങ്ങളെ വാവാനോ വാഴ്ത്തും നായക, ജീവനേ ജീവനേ നമോ നമോ, ജീവനേ ജീവനേ നമോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സായാഹ്ന വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. മേപ്രാൾ ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അനുഗ്രഹീതമായ സുവിശേഷ യോഗ പരമ്പരയാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ നാടിന്റെ ഒത്ത നടുവിൽ കഴിഞ്ഞ 75 പരം വർഷങ്ങളായി ആരംഭിച്ച് പ്രവർത്തനം നടത്തി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി അനുഗ്രഹീതമായി ഈ നാടിന്റെ ഭാഗമായിക്കൊണ്ട് ഈ നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്കും ഇവിടെയുള്ള ആളുകൾക്കും ഈ സഭയെക്കുറിച്ച് വ്യക്തമായ ചിത്രവും ആ സഭയെക്കുറിച്ചുള്ള അറിവും നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ദൈവത്തോട് യാചിക്കുകയും ചെയ്യുന്ന
അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഈ സഭയിൽ ആരാധിച്ചു വരുന്നു. ആ ദൈവമക്കളാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അവരോടൊപ്പം നിങ്ങളോടൊപ്പം ഒരു ദൈവവചനത്തിന്റെ ഭാഗം പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആളുകൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ യോഗങ്ങൾ നടത്തുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ യോഗങ്ങൾ ഞങ്ങൾ ക്രമീകരിക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ആ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം തരിക തന്നെ ചെയ്യും, അത് നിശ്ചയമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ വളരെ ആധികാരികമായി നിങ്ങളോട് പങ്കുവെക്കാൻ ഞങ്ങളുടെ മുമ്പിൽ ഒട്ടനവധിയായ കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ന് ഈ നാടിന്റെ ഭാഗത്ത് ഞങ്ങൾ എത്തുമ്പോൾ പല തരത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള ആളുകൾ എല്ലാവരും. ഒരുപക്ഷെ വെള്ളം കയറുന്ന, കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന, കന്നുകാലികളെ പരിപോഷിപ്പിച്ച് അവയെ പൊറ്റി വളർത്തി അവയിൽ നിന്ന് ആദായമെടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന ഒരിടമാണ് ഈ ഇടം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. തൊഴിലിടവുമായി ബന്ധപ്പെട്ടാണ് ആളുകൾ അധിവസിക്കുന്നത്. നിങ്ങളുടെ വീടിന്റെ ഓരത്ത് ഞങ്ങൾ ഈ ഒരു സന്ദേശവുമായി എത്തുമ്പോൾ ഒത്തിരി പ്രാധാന്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇവിടെ വരുന്ന യാത്രകൾ മുഴുവൻ മെയിൻ റോഡിലൂടെയാണ് പോകുന്നത്. അവരാരും ഇത്രയും അകത്ത് വരാറില്ല. എന്നാൽ ഇന്ന് ഈ യാത്ര ഇവിടെ എത്തിയത് ഇത്രയും ദൂരം താണ്ടി ഞങ്ങൾ ഒരു വാഹനവുമായി ഇവിടെ എത്തുമ്പോൾ നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചിട്ടും അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുമാണ് ഈ യോഗം ഇവിടെ ക്രമീകരിച്ച് ഇവിടം വരെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, നിങ്ങളോട് പറയാൻ ഞങ്ങൾക്കൊരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിൽ അല്പനേരം പങ്കുവെച്ച് ഞാൻ എന്റെ വിഷയത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സുവിശേഷ ഘോഷണത്തിൽ എന്തുകൊണ്ട് പ്രാധാന്യമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പ്രാധാന്യതയുടെ ഒരു ചെറിയ ഒരു അനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഇന്നേക്ക് 5 വർഷം മുമ്പ് 2018 സൂക്ഷം ഓണത്തിന്റെ സമയം ഞങ്ങൾ കുറച്ച് സഹോദരങ്ങൾ ചേർന്ന് സുവിശേഷ ഘോഷണവുമായി ബന്ധപ്പെട്ട് ഇരവിപേരൂരിന്റെ അപ്പുറത്തെ ഭാഗമായ പൊടിപ്പാറ ദേശത്തിന്റെ ആ അകത്തൂടെ അവിടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രോഗ്രാമായിട്ട് കടന്നു പോവുകയാണ്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് ഞങ്ങൾ യോഗം നടത്താൻ തീരുമാനിച്ചു. ഒത്തിരി ആളുകളെ ഒന്നും കാണാനില്ല. ഞങ്ങൾ സാവധാനത്തിൽ പാട്ടുകൾ ആരംഭിച്ചു. പാട്ടുകൾ തുടങ്ങി. കുറച്ചു നേരം ദൈവവചനത്തിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ചു. പോകാൻ നേരമാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുക്കലേക്ക് വരണം. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. കുറച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ സൗണ്ട് സിസ്റ്റം എല്ലാം പാക്ക് ചെയ്തു. പോകാൻ തുടങ്ങുമ്പോൾ ഒരമ്മ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുക്കൽ വരാം. ഞങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞു, പിന്നെന്താ. ഞങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ഒരു മകനുണ്ട്, 27 വയസ്സ് പ്രായം. അവന് IT കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മിടുക്കൻ ചെറുപ്പക്കാരൻ. പക്ഷേ എന്തോ ഒരു പനിയോ എന്നാണ്ട് വന്നതാണ്. അവന് ശരീരം മുഴുവൻ തളർന്നിട്ട് ഒരു കിടക്കയിലായിപ്പോയി. ദീർഘവർഷങ്ങളായി അവൻ കിടക്കയിലാണ്. അമ്മയ്ക്ക് മറ്റൊരു വഴിയില്ല, സാധ്യതയില്ല. അവനുണ്ടായിരുന്ന പണം മുഴുവൻ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാം, വേറെ ഒന്നുമില്ല. വേദനയോടുകൂടി ആ മാതാവ് ഞങ്ങളുടെ മുമ്പിൽ സമീപിക്കുകയാണ്. പ്രിയരെ, ഞങ്ങൾ നൊമ്പരത്തോടുകൂടി തന്നെ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ആളുകൾ നോക്കുമ്പോ നല്ല സെറ്റപ്പും ഗെറ്റപ്പുമായിട്ട് വന്ന് മതം പറയുന്ന കുറെ ആളുകളായിട്ടാണ് സുവിശേഷകരായ ഞങ്ങളെ കാണുന്നത്. എന്നാൽ ചിലരെങ്കിലും ആത്മാവിന്റെ തുറന്ന മനസ്സോടെ ഞങ്ങളെ സ്വീകരിക്കുന്നവരുണ്ട്. ആ മാതാവും അങ്ങനെ സ്വീകരിച്ചു. പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങളുടെ ലഘുലേഖയും കയ്യിൽ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. കേൾക്കണമോ പ്രിയരെ, 4-5 ദിവസം കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രിയ സഹോദരൻ അവിടുത്തെ ദേവിദാസന്റെ അടുക്കലേക്ക് ഒരു ശബ്ദം, ഒരു ഫോൺ കോൾ. അവർ പറയുന്നു, ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്നും കൂടെ വരണം. ഈ ദേവിദാസൻ ചോദിച്ചു, എവിടെയാണ് വരേണ്ടത്? ഞങ്ങളുടെ വീട് അവരെ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തു. ആ ദൈവ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സഹോദരൻ എഴുന്നേറ്റിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ദൈവദാസൻ അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞത്. ദീർഘമായ വർഷങ്ങളായി ഒരേ കിടക്കയിൽ കിടന്നവൻ എഴുന്നേൽക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ പ്രിയ സ്നേഹിതരെ, ഈ യോഗങ്ങൾ ഇവിടെ ക്രമീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു മതത്തെ ഉയർത്തിപ്പിടിച്ച് ആളുകളോട് ഇത് കൊള്ളാം,
നിങ്ങൾ പോകുന്ന മതം കൊള്ളത്തില്ല, അത് മോശമാണ്, അത് തെറ്റാണ്, ഇങ്ങോട്ട് വാ എന്ന് പറയുന്ന ഒരു മാർഗമല്ല, പ്രഭാഷണമല്ല ഇവിടെ നടക്കുന്നത്. ഏതെങ്കിലും ഒരു സഭയെ ഉയർത്തി കാണിച്ചിട്ട് ഇവിടെയാണ് കൊള്ളാകുന്നത്, മറ്റെല്ലാം മോശമാണ് എന്ന് പറയാനും ഞങ്ങൾക്കില്ല. ഏതെങ്കിലും ഒരു വിഭാഗം നല്ലതാണ്, അതുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടിക്കോ എന്ന് പറയാനും ഞങ്ങൾക്കില്ല. ഇതൊന്നും ഞങ്ങളുടെ ഭാഗമല്ല. പക്ഷേ ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങൾ പ്രസംഗിക്കാൻ ഇവിടെ വന്നത്, സുവിശേഷ യോഗം നടത്താൻ ഇവിടെ വന്നത്, ഒരു സാക്ഷി ഞങ്ങൾക്ക് പറയാനുണ്ട്, ഒരുവനെ പരിചയപ്പെടുത്താനുണ്ട്. ആ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കും. ആരെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്? ഇന്ന് പ്രിയരെ, ഒരുപക്ഷെ ആളുകൾ ചോദിക്കാം, ഒത്തിരി പേരെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, രാഷ്ട്രീയ നേതാക്കളെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, ഇവിടത്തെ പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാരെ പരിചയമുണ്ട്, സിനിമാക്കാരെ ഇപ്പം വൃത്തിക്ക് പരിചയമാണ്, നാട്ടുകാർക്ക് മൊത്തം നല്ല പരിചയമാണ് ഇപ്പോ. അതുകൊണ്ട് നല്ല പരിചയമുണ്ട് ഇവിടെ, എല്ലാവരെയും പരിചയമുണ്ട്. ഇപ്പോ യൂട്യൂബായി, അതുപോലെ ഇൻസ്റ്റയായി, റീലായി, ഫേസ്ബുക്കായി, ഇപ്പോ ഒത്തിരി ആളുകളെ എല്ലാവർക്കും അങ്ങ് പരിചയമാണ്. എന്നാൽ പ്രിയരെ, ഈ പരിചയങ്ങളെല്ലാം താൽക്കാലികമായ പരിചയങ്ങളാണ്. ഒരുപക്ഷെ അവരുടെ കഴിവുകളും പ്രതിഭകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിചയമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന മഹാനായ മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞതാണ്, എന്റെ പേര് ആളുകൾ വാഴ്ത്തിപ്പാടുന്ന ഒരു കാലമുണ്ട്, പക്ഷേ എന്റെ പേര് മൺമറഞ്ഞു പോകും, അടുത്തൊരു പേര് ഉദയം ചെയ്യുന്നത് വരെ മാത്രമേ എന്റെ പേരിന് നിലനിൽപ്പുള്ളൂ. അർത്ഥം, ഞാൻ കണ്ടുപിടിച്ചതിനേക്കാൾ വലിയൊരു കണ്ടുപിടുത്തം മറ്റൊരാൾ നടത്തിയാൽ എന്റെ പേര് മാഞ്ഞു പോകും. സച്ചിൻ തെണ്ടുൽക്കർ എന്ന അമാനുഷികനായ ഒരു അതുല്യനായ ഒരു ക്രിക്കറ്റ് പ്രതിഭ ഉണ്ടായിരുന്നു. റെക്കോർഡുകൾ ഒരുപാട് സ്ഥാപിച്ചു, ഒരിക്കലും തകരത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അതെല്ലാം കടപുഴകി പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടവരാണ്. അർത്ഥം, ഇതെല്ലാം മാറി മാറിപ്പോകും, കാലയവനികയ്ക്കുള്ളിൽ പലരും മറഞ്ഞു പോകും. അങ്ങനെയാണ് കാലചക്രത്തിന്റെ ഗതിവേഗമുള്ള ഓട്ടമെന്ന് പറയുന്നത്. എന്നാൽ പ്രിയരെ, 2025 വർഷമായിട്ടും ഇന്ന് വരെ മായാതെ നിൽക്കുന്ന ഒരു നാമത്തെ സവിസ്തരം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അനാഥന്റെയും പരദേശിയുടെയും ആർത്തന്റെയും കട്ടത അനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നാമത്തെ ഇന്നിന്റെ പകലിലും ഞങ്ങൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നു. ഒരുപക്ഷെ ആളുകൾ ചോദിക്കും, അല്ലയോ സഹോദരങ്ങളെ, നിങ്ങൾ ഈ സുവിശേഷം പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ സന്ദേശം പറയുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നൊരു ചോദ്യമാണ്. അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഇവിടെ വന്നവരെല്ലാം വ്യാപാരം ചെയ്യുന്നവരാണ്, വിത്തുവരവ് നടത്തുന്നവരാണ്. എന്തെങ്കിലും ഒരു സാധനം കൈമാറ്റം ചെയ്തിട്ട് അതിനെ തിരിച്ചെടുക്കുന്നു, അതിന് ലാഭം കൊയ്യുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്, ഞങ്ങൾ അനുഭവിച്ച ഒരു ലാഭത്തെ നിങ്ങൾക്ക് തരാനാണ് വന്നത്. ഒരിക്കലും നിങ്ങളുടെ ലാഭത്തെ ഞങ്ങൾക്ക് എടുക്കാനല്ല, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ചിലതിനെ മടക്കി തരുന്ന ഒരു ദിവസമാണ് ഇന്നിന്റെ ദിവസം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മടക്കി തരാൻ കഴിയുന്ന ഒരു സർവശക്തനെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഒരുപക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, സ്നേഹിതരെ, ആ മടക്കി തരാൻ കഴിയുന്ന ഒരു രക്ഷകനെ ഇന്നിന്റെ പകലിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ആരാണ് ആ രക്ഷകൻ? ഞങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന, ഞങ്ങളെ മാറ്റാൻ കഴിയുന്ന, ഞങ്ങൾക്ക് വിടുതൽ നൽകാൻ കഴിയുന്ന രക്ഷകൻ ആരാണ്? ഒറ്റ ചോദ്യത്തിന് ഒറ്റ ഉത്തരം. 2025 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായിരുന്ന, ദൈവ സാക്ഷാത്കാരമായിരുന്ന, ദൈവവചനമായിരുന്ന, ദൈവാളത്വമായ, ദൈവത്തിന്റെ പ്രതിഭയായ, ദൈവത്തിന്റെ ദീപ്തിയായ, ദൈവത്തിന്റെ സമ്പൂർണതയായ, ദൈവത്തിന്റെ ഓമനകുമാരനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. ആ യേശു മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരകനായി ഈ ഭൂമിയിൽ പാർത്തു, ജീവിച്ചു, മരിച്ചു. കാൽവരിയുടെ ഗിരിമുകളിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമാക്കപ്പെട്ടു. ഏറ്റവും ഒടുവിലായി അവിടെ കൊണ്ട് തീരുന്ന ഒരു പ്രതിഭാസത്തെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയല്ല ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. ജനിച്ച യേശുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, ജീവിച്ച യേശുവിനെ എല്ലാവർക്കും സന്തോഷമാണ്, മരിച്ച യേശുവിനെ കുഴപ്പമില്ല, എല്ലാവർക്കും ദുഃഖമാണെങ്കിലും അതും കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ പ്രഭാഷണ വിഷയം, ഞങ്ങളുടെ പ്രഭാഷണത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജനിച്ചു ജീവിച്ച് മരിച്ച ഒരാളെയല്ല, പകരമോ മരിച്ച് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെ ഞങ്ങൾ ഇന്നിന്റെ പകലിൽ ഉയർത്തുന്നു. ഒരുപക്ഷെ പ്രിയ സ്നേഹിതരെ, ആ യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്താൻ കാരണം നിങ്ങൾക്ക് പരിഹാരകൻ ആ യേശുവായതുകൊണ്ടാണ്, നിങ്ങളുടെ രക്ഷകൻ ആ യേശുവായതുകൊണ്ടാണ്.
മരിച്ച് മൗനതയിൽ ഇറങ്ങിയ ഏതോ കുഴിമാടത്തിൽ കൊണ്ട് റീത്തും പൂവും വെച്ചിട്ട് ഇവിടെ ഞങ്ങൾ ആരാധിച്ചോളാം എന്ന് പറയുന്ന ഒരു പ്രവണതയല്ല ഇന്ന് പകൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഏതോ രാജ്യത്ത് ജീവിച്ച് മരിച്ചടക്കപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ മരണ ദിവസത്തെ ഓർമ്മിക്കുന്ന ചില ചടങ്ങുകളല്ല ഞങ്ങൾ ഇവിടെ പ്രതിപാദനം ചെയ്യുന്നത്. പകരമോ മരണിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞങ്ങൾ ഇന്ന് പകൽ ഇവിടെ പരിചയപ്പെടുത്തുന്നു. എന്റെ പ്രിയ സ്നേഹിത, താങ്കൾ രോഗിയാണോ? താങ്കൾ പാപത്തിലാണോ? താങ്കൾ ശാപത്തിലാണോ? താങ്കളുടെ ജീവിതം ഗതികിട്ടാത്ത അവസ്ഥയിലാണോ? താങ്കൾ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു രക്ഷകനെ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഈ നട്ടുച്ച നേരത്ത് ഉച്ച സൂര്യന്റെ ഈ ചൂടിനെ വകവെക്കാതെ ഇവിടെ പറയുമ്പോൾ ഒരുപക്ഷെ ആളുകൾ ചോദിച്ചേക്കാം, അല്ലയോ സ്നേഹിത, നിനക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഇന്നേക്ക് 20 വർഷം മുമ്പ് എന്റെ പിതാവ് ക്യാൻസർ വന്ന് ബാധിതനായി തകർന്ന് തരിപ്പണമായ ഒരു കുടുംബത്തിലെ അംഗമായി മാറി. മരണം മാത്രം മതി എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വിധിയെഴുതി വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ഒരപ്പന്റെ മകനാണ് ഞാൻ. പക്ഷേ അന്ന് ഒരു പാരാസെറ്റമോളിന്റെ ഗുളികയുടെ സഹായം പോലും ഇല്ലാതെ അത്യുന്നതമായ കർത്താവിന്റെ കരം കൊണ്ട് എന്റെ പിതാവിന് സൗഖ്യം വരുത്തി. ആ സൗഖ്യത്തിന്റെ ശക്തിയുടെ മഹത്വമറിഞ്ഞ് ഞാൻ പ്രഭാഷകനായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നു. എന്റെ പ്രിയ സ്നേഹിതരെ, നേപ്പാൾ നിവാസികളെ, താങ്കൾ അനുഭവിക്കപ്പെടുന്ന ഏത് തരം രോഗമാകട്ടെ, താങ്കൾ അനുഭവിക്കപ്പെടുന്ന കടഭാരമാകട്ടെ, കഷ്ടതയാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, താങ്കൾ അനുഭവിക്കപ്പെടുന്ന ദുരിതങ്ങളാകട്ടെ, താങ്കൾ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധി വിഷയമാകട്ടെ, പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു രക്ഷകൻ ഇവിടെ വന്നിട്ടുണ്ട്. പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു നാഥൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ നാഥനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ഒരുപാട് സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ഒരുപാട് സന്ദേശങ്ങൾ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇന്നിന്റെ ഈ സന്ദേശത്തിൽ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. ആ രക്ഷകനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അത് ക്രിസ്ത്യാനികളുടെ ദൈവമായി നിങ്ങൾ പരിചയപ്പെടേണ്ട. അത് ക്രിസ്ത്യാനികളുടെ ഒരു പൊതുസ്വത്താണെന്ന് വിചാരിച്ച് നിങ്ങൾ മാറണ്ട. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒറ്റ വാചകത്തിൽ ഉത്തരം, താങ്കളെ സ്നേഹിപ്പാൻ, താങ്കളെ സ്നേഹിച്ച് ഈ ഭൂമിയിൽ വന്ന ഒരു രക്ഷകനുണ്ട്. അതാണ് ഞങ്ങളുടെ യേശു ക്രിസ്തു. എന്റെ പ്രിയരെ, ആ യേശുവിനെ ഇന്നിന്റെ ദിവസം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ സന്തോഷത്തോടെ പറയുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് യേശുവിന്റെ മാർഗമാണ്. എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. വിരാമം കുറിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഒരു വാചകം ഞങ്ങളുടെ മുമ്പിൽ ബാക്കിയുണ്ട്. എന്റെ പ്രിയ സ്നേഹിത, ആ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചുകൊള്ളൂ. ഇവിടെ കൂടി നിൽക്കുന്ന ഒട്ടനവധിയായ ആളുകൾ ഇവിടെ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ പറയാൻ 100 സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. യേശു ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത്, യേശു ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്തത്, യേശു എന്റെ തലമുറയ്ക്ക് ചെയ്തത്, യേശു എന്റെ ജീവിതത്തിൽ ചെയ്തത് എന്ന് പറയാൻ ഒട്ടനവധിയായ അനുഭവങ്ങളുണ്ട്. കാരണം അനുഭവങ്ങളുടെ ഒരു നീണ്ട നിര ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഈ നിര ഉള്ളത് കൊണ്ടാണ് ഈ ചൂട് വകവെക്കാതെ, പൊടി വകവെക്കാതെ, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, നാണക്കേടില്ലാതെ, ലജ്ജയില്ലാതെ കൊട്ടി പാടി നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ ഘോഷണം നടത്തുന്നത്. അതുകൊണ്ട് നല്ലവരായ നാട്ടുകാരോട് സ്നേഹപൂർവ്വം ഒറ്റ വാചകത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ വേണം, ഞങ്ങൾക്ക് ആ യേശുവിനെ ആവശ്യമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ യേശുവിന്റെ അരികിലേക്ക് വരുവാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നമാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, മക്കളെ ചൊല്ലിയുള്ളതാകട്ടെ, രോഗമാകട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിചാരിച്ച് വരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, മടിയില്ലെങ്കിൽ, നാണമില്ലെങ്കിൽ, ധൈര്യത്തോടെ ഞങ്ങൾ പറയുന്നു, രക്ഷിപ്പാൻ കഴിയുന്ന ഒരു കർത്താവോടെ വന്നിട്ടുണ്ട്. എന്റെ പ്രിയരെ, ഇന്നെടുത്ത് വന്നാൽ അവിടെ ഞാനും വരാം എന്ന് പറഞ്ഞൊരു കർത്താവല്ല. 2 3 പേർ എവിടെ കൂടുന്നുവോ അവരുടെ നടുവിൽ വരാമെന്ന് പറഞ്ഞൊരു കർത്താവ്. ആരൊക്കെ ഹൃദയം തുറന്ന് നിലവിളിക്കുന്നു അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നൊരു കർത്താവ്. തിരുവചനം പറയുന്നു, കണ്ടാലും ഞാൻ ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ
ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എന്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളെ സ്നേഹിക്കുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആരൊക്കെ നിങ്ങളെ സ്നേഹിച്ചാലും, ആരൊക്കെ നിങ്ങൾ നോക്കിയാലും, ആരൊക്കെ നിങ്ങളെ കരുതിയാലും അതിനെല്ലാം ഒരു പരിധിയുണ്ട്. പക്ഷെ പരിമിതിയില്ലാതെ സ്നേഹിക്കുന്ന ഒരു രക്ഷകനോട് വന്നിട്ടുണ്ട്. കൈപിടിക്കാൻ കഴിയുന്ന, താങ്ങാൻ കഴിയുന്ന, കൂടാൻ കഴിയുന്ന ഒരു രക്ഷകൻ വന്നിട്ടുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ വലങ്കര പിടിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടെ കിടക്കുമ്പോൾ അത് നിന്നെ ദഹിപ്പിച്ച് കളയത്തില്ല, അഗ്നിജ്വാല നിന്നെ മൂടിക്കളയത്തില്ല എന്നരുളിയ ഒരു രക്ഷകൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകാം, ഒരു പെരുവെള്ളം പോലെയുള്ള വേദനകൾ വന്നിട്ടുണ്ടാകാം, തീ സമാനമായ നൊമ്പരങ്ങൾ വന്നിട്ടുണ്ടാകാം. പക്ഷേ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു രക്ഷകൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. തിരുവചനം പറയുന്നു, കർത്താവായ യേശു വിശ്വസിക്ക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു വിശ്വസിക്ക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാൺമീന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാമും അങ്ങനെ തന്നെയാകുന്നു. എന്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് മാടി വിളിക്കുമ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ളവർ കൂടി വരാം. ഞങ്ങളുടെ ദൈവദാസന്മാർ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ കയ്യിൽ മാന്ത്രിക വടികളോ മായാജാലത്തിന്റെ ചില പൊടിപ്പും തുങ്ങലും വെച്ച പരിപാടികളോ അല്ലെങ്കിൽ മയക്കുപൊടികളോ ഒക്കെ വിതറി ആളുകളെ കണ്ണുമയക്കി കൺകെട്ട് വിദ്യ നടത്താൻ ഞങ്ങൾ ആരും അങ്ങനെയുള്ളവരല്ല. സാധാരണ മനുഷ്യർ, പച്ച മനുഷ്യർ. പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട്, ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരു കർത്താവുണ്ട്. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു രക്ഷകനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾക്കുണ്ട്. പൗലോ പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, വെള്ളി പൊന്നു ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നാസ്രാനായ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടുക. ആ വിടുതലാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. ആ വിടുതലാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ആ വിടുതലിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്റെ പ്രിയ സ്നേഹിതരെ, പാപത്തിൽ ആണ്ടുപോയ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് കരകയറ്റുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന ആ രക്ഷകൻ, പാപികളെ സ്നേഹിക്കുന്ന രക്ഷകൻ, ആ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപ വിമോചനം എന്ന വീണ്ടെടുപ്പ് തന്നുകൊണ്ട് നിങ്ങളെ മോചിച്ച് ആ രക്തത്താൽ നിങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവവൈതലാക്കി മാറ്റി ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മേപ്രാൽ ദൈവസഭ ഇവിടെ ഒരുക്കിയ ഈ യോഗത്തിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആരാധന കൂടണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജീവിതത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ട്, ഇപ്പോഴുള്ള എന്റെ പോക്ക് അവസാനിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് സന്തോഷത്തോടെ വരാം. മേപ്രാൽ ജംഗ്ഷനിൽ സമീപത്ത് മേപ്രാൽ ജംഗ്ഷനിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോകുന്ന വഴിക്ക് ഇടതു ഭാഗത്തായി കാണുന്ന മേപ്രാൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ദൈവസഭയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ നാണക്കേട് കൊണ്ടോ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ടോ വീടിനകത്തിരുന്നു കൊണ്ട് ഒരു പക്ഷെ അയ്യോ പറ്റപ്പോയി അല്ലെങ്കിൽ വരാൻ നാണക്കേടുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ മടിയൊന്നും വേണ്ട. അവിടെ ഇരുന്നു കൊണ്ട് യേശുവേ എന്റെ ഉള്ളത്തിലേക്ക് ഒന്ന് വരണമേ, അവിടെ നിന്ന് രക്ഷകനായി മാറണമേ, എന്റെ കുടുംബത്തെ ഒന്ന് മാറ്റണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ച് മറുപടി നൽകുന്ന ഒരു രക്ഷകൻ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയരെ, ആ യേശുവിനെ സ്വീകരിപ്പാൻ ഇന്ന് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യേശുവിന്റെ ഉള്ളത്തിലേക്ക് ഒന്ന് വരണമേ, അവിടെ നിന്ന് കർത്താവിന്റെ രക്ഷകനമായി മാറണമേ എന്ന് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ വന്ന് രക്ഷിക്കാൻ കഴിയുന്ന ആ രക്ഷകന്റെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആ രക്ഷകനെ ഈ നാടിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ദാസൻ ജെഫിൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ദൈവസഭയിലെ യോഗങ്ങളെ കുറിച്ച് നിങ്ങളോട് സവിസ്തരമായി പങ്കുവെക്കും. കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി കാൽവറയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവേശുവിന്റെ വചനം ശക്തമായി ഇവിടെ പ്രഘോഷണം ചെയ്ത രാജീവ് പാസ്റ്ററെ ദൈവം അധികമായി ബലപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും നേരം ശക്തമായ സാക്ഷ്യം, ശക്തമായ വചനങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളാണെങ്കിലും, ഏത് മേഖലയിലാണ് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതെങ്കിലും അതിനെല്ലാം പരിഹാരം ക്രിസ്തുവേശുവിലുണ്ട്. ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മുന്നോട്ട് കടന്നു വരുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ക്രിസ്തുവേശുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ബ്രദർ ജേക്കബ് വർക്കി മുന്നോട്ട് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം. നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ഉച്ച കഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, പരസ്യമായി കർത്താവേ, ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ച് അങ്ങയുടെ വചനം ഘോഷിപ്പാൻ
നൽകിയ വലിയ കൃപയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഇത്രത്തോളം അങ്ങയുടെ സാന്നിധ്യം കൃപയും കൂടെ ഇരുന്ന് വഴി നടത്തിയതിനാൽ സ്തുതിക്കുന്നു കർത്താവേ. ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ചുറ്റുപാടുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങയുടെ അതിവേഗ വചനമയച്ച് സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ വചനം സംസാരിപ്പാൻ ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. വചനത്തിൽ കൂടെ കർത്താവിന്റെ കൃപ ധാരാളമായി ചൊരിയുവാൻ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട എല്ലാവരും കർത്താവേ തിരുനാമ മഹത്വനായി തീരുവാനും ഒരു വ്യക്തിയെങ്കിലും കർത്താവിനെ സ്വീകരിപ്പാനും ഇനി പൽക്കാലം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങൾ അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. അങ്ങയുടെ സാന്നിധ്യം കൃപയുണ്ടായിരിക്കണമേ. എല്ലാ നന്മകളാൽ നിറച്ചു വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ധന്യമായി യേശുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്ന നല്ല പിതാവേ, ആമേൻ. ഇത്രയും സമയം ഈ വചന ശുശ്രൂഷ ശ്രദ്ധിച്ച നല്ലവരായ ദേശനിവാസികളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ചർച്ച് ഓഫ് ഗോഡ് മേപ്രാൽ ദൈവസഭയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.